ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ആലപ്പുഴയിലെ അരീനയുടെ ഷോറൂമിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിക്ടോറിയ സോൾനോ മാരുതിയുടെ ഒരു ഏറ്റവും പ്രീമിയം വണ്ടിയായ നമ്മുടെ വിക്ടോറിയസിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലേക്ക് KNK ഓട്ടോമൊബൈൽസ് ബൈ HR എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിക്ടോറിയസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ അരീനയുടെ ഷോറൂമിലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജറെ അഖിലിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ അഖിലെ വെൽക്കം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ എന്താണ് വിക്ടോറിയസ്, ഇതൊക്കെ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്, അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞുതരാം. വിക്ടോറിയസ് എന്ന് പറയുന്നത് മാരുതിയുടെ മാരുതിയിൽ ഇറങ്ങുന്നതിൽ വെച്ച് ഏറ്റവും ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിളാണ്. ഓക്കെ, മാരുതി ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ആ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടി കൂടിയാണ്. മാരുതിക്ക് ഇപ്പോൾ അഡാസ് ലെവൽ 2 അഡാസ് വരുന്ന ഏക മോഡൽ എന്ന് പറയുന്നത് വിക്ടോറിയസ് തന്നെയാണ്. വിക്ടോറിയസിലാണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മളിവിടെ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വണ്ടി സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതായത് CVT ഗിയർ ബോക്സോടുകൂടി വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതിന്റെ ടോപ്പ് മോസ്റ്റ് മോഡൽ XI+ ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് എത്ര വേരിയന്റിൽ അപ്പോൾ നമ്മുടെ ഈ വണ്ടി അവൈലബിൾ ആണ്? നമുക്ക് മൊത്തം 3 ഗിയർ ഓപ്ഷനിൽ വരുന്നുണ്ട്. അതായത് മാനുവൽ അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക്കിൽ തന്നെ വീണ്ടും രണ്ട് ഓപ്ഷൻസിൽ വരുന്നുണ്ട്. അതായത് ഒരു സിമ്പിൾ ടോർക്ക് കൺവെർട്ടർ ആയിട്ട് വരുന്ന ബ്രസലൊക്കെ കണ്ടുവരുന്ന സെയിം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതായത് ഓട്ടോമാറ്റിക്. പിന്നെ CVT ഗിയർ ബോക്സോട് വരുന്ന വേറൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സോടെ ഉണ്ട്. രണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ ഒരു ബേസ് വേരിയന്റിലേക്ക് പോകാൻ നേരത്ത് നമുക്കൊരു LXI അല്ലേ? LXI ബേസ് മോഡൽ സ്റ്റാർട്ടിംഗ് മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് വരാൻ നേരത്ത് ZXI+ ഓപ്ഷനിലാണ് ടോപ്പ് മോസ്റ്റ് മോഡൽ വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഏത് വേരിയന്റാണ്? ZXI+ ഓപ്ഷനിൽ ടോപ്പ് മോസ്റ്റ് മോഡൽ തന്നെ CVT ഗിയർ ബോക്സ് ആണ്. CVT എന്ന് പറയുന്ന നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ടെക്നോളജി വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നമുക്ക് ആദ്യമേ ഇതിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ? ഫ്രണ്ടിൽ നമ്മൾ ജസ്റ്റ് ഇപ്പം കാണുന്ന പോലെ തന്നെ LED ഹെഡ്ലാമ്പും LED DRLസും ആണ് വരുന്നത്. ഹെഡ്ലാംപ്സ് എല്ലാം നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആയിരിക്കും. അലോവീൽസ് കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം 17 ഇഞ്ചസ് തന്നെയായിരിക്കും. അലോവീലല്ലാത്ത സാധാ സ്റ്റീൽ ഡ്രമ്മും വരുന്നതെല്ലാം 17 ഇഞ്ചസ് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ഇതിനകത്ത് ഹെഡ്ലൈറ്റിലേക്ക് വരാൻ നേരത്തെ തന്നെ നമുക്ക് ഇത് LED LED ഹെഡ്ലാമ്പും LED ടൈലാമ്പും തന്നെയാണ് വരുന്നത്. DRL LED തന്നെയായിരിക്കും. ഓക്കെ. ഇതിനകത്ത് ഇതിന്റെ കൂടെ തന്നെ ഒരു കണക്ടിംഗ് ആയിട്ട് ഒരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിൽവർ പോർഷൻ വരുന്നതും ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ വരുന്നതാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് നമ്മൾ ഇതിലേക്ക് വരാൻ നേരത്തെ തന്നെ ഇവിടെ ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. 360 ക്യാമറ ഒക്കെ ഇൻബിൽറ്റ് വരുന്നതുകൊണ്ട് ടോപ്പ് മോഡലിൽ നമുക്ക് ഈ 360 ക്യാമറ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ആണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇവിടെ അവിടെ ആയിട്ട് ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ നമുക്ക് ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു എയറിന്റെ പാസേജ് കൊടുക്കും. അത് എയറോഡൈനാമിക് മാത്രമല്ല, നമ്മൾ അതുവഴി ആ ഒരു പാസേജ് വഴി നമുക്ക് ആ ഡിസ്ക് ബ്രേക്കിന്റെ ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ടും ഫീച്ചറായിട്ട് ആ ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു വിക്ടോറിയസിന്റെ ഒരു ഫ്രണ്ട് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മള് CVTയിൽ നമുക്ക് CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയിൽ ലെവൽ 2 അഡാസ് നമുക്ക് ഫീച്ചർ അവൈലബിൾ അല്ല. നമുക്ക് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ബ്രസലൊക്കെ വരുന്ന സെയിം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വണ്ടി ആ ഒരു മോഡൽ മാത്രമാണ് നമുക്ക് ലെവൽ 2 അഡാസ് വരുന്നത്. അതും ടോപ്പ് മോഡലിൽ മാത്രം. അതെ, ലെവൽ 2 അഡാസ് വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ ഒരു റഡാർ കാണും. പിന്നെ ആ വിൻഷീൽഡിൽ മുകളിലായിട്ടൊരു റഡാർ ഒരു ക്യാമറ കാണും. ഏകദേശം ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആ ഒരു ലെവൽ 2 അഡാസിന്റെ ഒരു സെൻസറും അതിന്റെ ഒരു യൂണിറ്റ് വരുന്ന അവിടെ ആയിരിക്കും വരുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് അതിന്റെ ഒരു സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ഒരു 360 ക്യാമറയുടെ ഒരു പ്രൊജക്ഷൻ ആണ് മിററിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിൽ എല്ലാം വീൽസ് എല്ലാം ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. വീൽസ് എല്ലാം 17 ഇഞ്ചസ് അലോയ് വീൽസ് ആയിരിക്കും. താഴേക്ക് വരുന്ന വേരിയന്റിൽ സ്റ്റീൽ ഡ്രം ആണെങ്കിലും അതും 17 ഇഞ്ചസ് തന്നെ വരുന്നത്. പിന്നെ നമ്മൾ ഇപ്പം മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഫോൾഡബിൾ ആയിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ഒബിയസ്ലി നേരത്തെ പറഞ്ഞ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീല് വരുന്നുണ്ട്. ഇതിന്റെ ടയർ സൈസ് വരുന്നത് 17 ഇഞ്ചസ് ടയർ സൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും അത് തന്നെ കോ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും റിക്വയർഡ് സെൻസർ കാര്യങ്ങളൊക്കെ നമുക്ക് വെന്റിലേറ്റർ സീറ്റ്സ് വരും. വെന്റിലേറ്റർ സീറ്റ് ആണ് ഫ്രണ്ട് 2 സീറ്റിന് വരുന്നത്. അത് നമുക്ക് ആ ലെവലിൽ തന്നെ 3 ലെവലിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കൂളിംഗ്. ഓക്കെ. അപ്പോൾ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കുറച്ച് ഇത് വരുന്നത്. നമുക്ക് പിന്നെ ഒരു റൂഫ് റീൽ വരുന്നുണ്ട് അല്ലേ? റൂഫ് റീൽ ഉണ്ടാവും.
റൂഫ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നേരെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകാൻ നേരത്ത് ബാക്കിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ഒരു കണക്റ്റഡ് ടൈൽ ലാമ്പാണ് വരുന്നത്. ടൈൽ ലാമ്പ് LED ആയിരിക്കും. പിന്നെ ബാക്കിൽ നമുക്ക് ടൈൽ ഗേറ്റ് വരുന്നത് നമുക്ക് സ്മാർട്ടായിട്ട് ഓപ്പൺ ചെയ്യാനും നമുക്ക് കാലുകൊണ്ടൊന്ന് സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റപ്പും വണ്ടിയിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും സേഫ്റ്റി എന്തെങ്കിലും ഇപ്പം ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് അടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കുട്ടികളാരെങ്കിലും ഒക്കെ ആ സമയത്ത് അതിലും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് സെൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ അടയ്ക്കുന്ന വഴിക്ക് അതിന്റെ ആ ഒരു പാസേജിലോ കയ്യിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ സെൻസ് ചെയ്ത് തിരിച്ചു പോകും. പിന്നെ നമ്മൾ മാനുവലി ക്ലോസ് ചെയ്ത് തന്നെ അടക്കാൻ പറ്റും. അതാണ് ബാക്കിൽ നമ്മൾ വരാൻ നേരത്ത് അതൊക്കെയാണ് ഇതിന്റെ ഒരു ഫീച്ചർ, സേഫ്റ്റിയുടെ സൈഡ് വരുന്നത്, സേഫ്റ്റി സൈഡൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തിരുന്ന് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഓക്കെ. അപ്പം ആദ്യം ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് ആ ഇൻഫോർടൈൻമെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഫോർടൈൻമെന്റിൽ മാരുതിയുടെ സെഗ്മെന്റ് തന്നെ ആദ്യമായിട്ട് നമുക്ക് 10.25 ഇഞ്ചസിന്റെ സ്ക്രീൻ സൈസാണ് വരുന്നത്. ഡയഗണലി 10.25 ഇഞ്ചസിന്റെ സ്ക്രീൻ സൈസ് വരുന്ന സ്റ്റീരിയോ. ഇതിൽ നമുക്ക് കണക്റ്റഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ നിലവിൽ സുസുക്കി കണക്ട് എന്ന് പറയുന്ന ഒരു കണക്ടിവിറ്റി ഫീച്ചർ വരുന്ന എല്ലാ മോഡൽസിലും ഉള്ളത് 40-ലധികം ഫീച്ചേഴ്സാണ് നമുക്ക് ആ ഒരു സുസുക്കി കണക്ട് എന്ന് പറയുന്ന കണക്ടിവിറ്റി ഫീച്ചറിൽ വരുന്നത്. വിക്ടോറിയസിൽ മാത്രം സെഗ്മെന്റിൽ ആദ്യമായിട്ട് നമുക്ക് സുസുക്കി കണക്റ്റിൽ 60-ന് മുകളിൽ ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് സ്റ്റീരിയോയുടെ കാര്യത്തിൽ. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ വരുന്നത് ലെതറായിരിക്കും. സ്പീക്കേഴ്സ് മൊത്തം ടോട്ടൽ 8 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 4 നോർമൽ സ്പീക്കർ, പിന്നെ നമ്മുടെ ഈ ഡാഷ്ബോർഡിൽ തന്നെ സ്റ്റീരിയോയുടെ ബാക്കിലായിട്ട് ഒരു മെയിൻ സ്പീക്കറും 2 ട്വീറ്റേഴ്സും ഒരു സബ് വൂഫറും, അങ്ങനെ മൊത്തം 8 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഇൻഫിനിറ്റി ഹാർമണിന്റെ ഡോൾബി അറ്റ്മോസ് ആയിരിക്കും സ്പീക്കർ. അതെ. പിന്നെ നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട്. വയർലെസ് ചാർജർ എന്ന് പറഞ്ഞാൽ നോർമൽ വയർലെസ് ചാർജർ മാത്രമല്ല, ചാർജിങ് പാഡിൽ നമുക്കത് കൂളിംഗ് ഒരു ഫെസിലിറ്റി കൂടി ഉണ്ടാവും. അതെ, നമ്മൾ വയർലെസ് ചാർജർ നോർമലി വയർലെസ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന കേസിൽ ഫോൺ ഹീറ്റ് ആവാനുള്ള ചാൻസ് അല്ല, ഹീറ്റ് ആവും. അത് ആ ടെക്നോളജിയുടെ ഒരു ഡ്രോബാക്ക് ആണ്. അത് വയർലെസ് ചാർജർ ഉപയോഗിച്ച് ഏത് ഫോൺ ചാർജ് ചെയ്യുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടും മാരുതിയിലപ്പം നമുക്ക് അതൊരു കൂളിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു വയർലെസ് ചാർജറിൽ. പിന്നെ നമുക്ക് സീറ്റ് ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡിലും പിന്നെ കോ ഡ്രൈവർ പാസഞ്ചർ സീറ്റിലും വരുന്നത് നമുക്ക് വെന്റിലേറ്റർ സീറ്റ് ആയിരിക്കും വരുന്നത്. അത് നമുക്ക് 3 മോഡിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഡ്രൈവിംഗ് മോഡ് നമുക്കിത് ECVT ആയതുകൊണ്ട്, അതായത് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന വേരിയന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മോഡ് വണ്ടി സ്റ്റാർട്ട് ആവുന്ന ഒരു പ്യുവർ EV മോഡിൽ തന്നെ ആയിരിക്കും. ബാറ്ററി തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ആവുന്നതും. ഒരു 40 കിലോമീറ്റർ വരെ വണ്ടി ക്രൂസ് ചെയ്യുന്നതും ബാറ്ററി ചാർജ് എടുത്ത് മോട്ടോർ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും. അതെ, 40-ന് മുകളിലേക്ക് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി ഓട്ടോമാറ്റിക്കലി പെട്രോളിലേക്ക് സ്വിച്ച്. എഞ്ചിൻ അപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആവുക. അതുവരെ ഈ പറയുന്ന ഒരു 40 വണ്ടി സ്റ്റാർട്ടായി 40 കിലോമീറ്റർ അച്ചീവ് ആകുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ എഞ്ചിന് വലിയ റോളില്ല. ആ സമയത്ത് വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ആവത്തില്ല. 40 മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ സ്റ്റാർട്ട് ആവും. ഇത് വണ്ടി ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഡ്രൈവിനിടയ്ക്ക് നമ്മളത് അറിയത്ത് പോലും ഇല്ല, അത്രയ്ക്ക് സൈലന്റ് ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു AC കൺട്രോൾസിലേക്ക് വന്നാലും ഒരു പുതിയൊരു ഡിസൈൻ തന്നെയാണ്. അതെ, ഇതിനു മുമ്പ് കണ്ട് പഴകിയിട്ടില്ലാത്ത പുതിയൊരു ഡിസൈൻ തന്നെയാണ്. അതിന്റെ സ്റ്റിയറിംഗിലാണെങ്കിലും ആ ഒരു നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. 3 സ്പോക്കാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ മീഡിയ കൺട്രോളും ഇൻഫുട്ട് നമ്മുടെ ക്ലസ്റ്ററിലെ കൺട്രോൾസും നമുക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഓഡോമീറ്ററിന്റെ എല്ലാ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം നമുക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെ ആയിരിക്കും. റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോൾ ആണ് വരുന്നത്. നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡിൽ നമ്മൾ ADAS ലെവൽ 2 ADAS വരുന്ന സെഗ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു വേരിയന്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതൊരു ആക്റ്റീവ് ആക്കാനുള്ള ഒരു ബട്ടൺ കൂടെ ഉണ്ട്. ഇത് നോർമൽ ഒരു ക്രൂസ് കൺട്രോൾ മാത്രം ആയിട്ട് വരുന്നൊരു വേരിയന്റ്. സ്ട്രോങ് ഹൈബ്രിഡിൽ നമുക്ക് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ലെവൽ 2 ADAS വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ ഈ ഒരു സെഗ്മെന്റ് മാത്രമേ കാണൂ. പക്ഷേ സ്മാർട്ട് ഹൈബ്രിഡിൽ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഇത് ഡമ്മി സ്വിച്ചിന്റെ ഒക്കെ അവിടെ ഓരോ ഫംഗ്ഷൻസ് വരും. അതെ. ഇനി നമുക്ക് ഇതിന്റെ റിയർ സീറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. റിയർ സീറ്റിലേക്ക് ഇരിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ബാക്ക് സീറ്റിലേക്ക് വന്ന് അത്യാവശ്യം നല്ല കുഷീനോട് കൂടി അല്ലേ, ഒരു ലെതർ പാക്ഡ് ആയിട്ടുള്ള നല്ലൊരു സീറ്റ് തന്നെയാണ്. അത്യാവശ്യം നമുക്ക് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. നല്ല സുഖമുള്ളൊരു സീറ്റ് തന്നെ. സീറ്റിങ്ങിൽ നമുക്കിപ്പം ബാക്ക് സീറ്റിൽ വരുമ്പോഴത്തേക്ക് സീറ്റിംഗ് കംഫർട്ടിന് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. തൈ സപ്പോർട്ടും ആവശ്യത്തിന് നമുക്ക് ആ ഒരു വിഡ്ത്ത് ഉള്ളതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രണ്ടിൽ, അതായത് ഇപ്പം നമ്മൾ ബാക്കിൽ നമുക്ക് 2 പേര് യാത്ര ചെയ്യുന്നുള്ളൂ, അങ്ങനെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കപ്പ് ഹോൾഡറോട് കൂടി, അതായത് ഡ്യുവൽ കപ്പ് ഹോൾഡേഴ്സ് ഉള്ള ഒരു സെൻട്രൽ ആംറസ്റ്റ് കൂടെ നമുക്ക് വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നത് ഈ പറയുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള, അതായത് 3 സീറ്റിൽ ഇരിക്കുന്നവർക്കും ഈ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബാക്കിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സൺറൂഫിന്റെ ഒരു വ്യൂ, അതും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ശരി, നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്, ഇവിടെ വ്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ലൊരു എയറി ഫീൽ കിട്ടും ക്യാബിനിലേക്ക്.
ശരി, അതെ. പാനോരമിക് സൺറൂഫ് ആയതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഒരു ബെനിഫിറ്റ് ആണ്. നമുക്കൊരു നല്ലൊരു പ്രീമിയം ഒരു ഫീല് തന്നെ നമുക്ക് ഈ വണ്ടിക്ക് തിരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു റെയറിൽ തന്നെ ഒരു ബാക്കിൽ തന്നെ നമുക്ക് റിയർ AC വെന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും പിന്നെ ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള, ഫോൺ വെക്കാനുള്ള, ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അതെ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു അതെ, നല്ല സ്പേസ്. നമുക്ക് ഒരു നല്ലൊരു ഏരിയയിൽ ഇപ്പം പാനോരമിക് സൺറൂഫ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു എയറി ഫീലും പിന്നെ നല്ലൊരു ക്യാബിനുള്ള നല്ല ലൈറ്റും കിട്ടും. അത് അത്രയും വലുപ്പമുള്ളൊരു ക്യാബിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സെൻട്രലിൽ ഈ ഒരു ട്രാൻസ്മിഷൻ്റെ ലൈൻ വരുന്നത് അത് അത്യാവശ്യം ആ ഒരു ബ്ലോക്കിങ് അല്ലെങ്കിൽ ആ ഒരു ഡാം പോലെ വരുന്നത് നമുക്ക് മാക്സിമം അത് ഒരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല. മാക്സിമം അത് താഴേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നടുക്ക്, അതായത് സീറ്റിന് നടുക്കിരിക്കുന്ന ആൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് വിക്ടോറിയസിൻ്റെ ഒരു ബാക്കിൽസ് കാര്യങ്ങളൊക്കെ അല്ലേ. ഡോർ സൈഡിലെല്ലാം ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഒരു പാറ്റേൺ പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡോർ സൈഡിലേക്കുള്ള ഒരു ചെറിയൊരു അറ്റൻഷൻ കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ മെയിനായിട്ട് പറയുമ്പം ഡോൾബി അറ്റ്മോസിന്റെ ഒരു എക്സ്പീരിയൻസ്, അത് ഒരു നല്ല ആ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ്. അറിയാലോ, ലോകത്തിൽ തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു സ്പീക്കർ അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു ബ്രാൻഡ്. ഈ ഒരു അത്യാവശ്യം ഈ പ്രീമിയം ലെവൽ വണ്ടികളൊക്കെയാണ് ഇപ്പൊ ഈ ഓഡി BMW അല്ലെ, അങ്ങനെയുള്ള വണ്ടികളിലൊക്കെയാണ് ഈ ഡോൾബി അറ്റ്മോസ്, ഈ ഇൻഫിനിറ്റി ആർമന്റെ സ്പീക്കറൊക്കെ വരുന്നത് സാധാരണ. അതെ, ഈ മാരുതിയിൽ ഇപ്പൊ ആദ്യമായിട്ടാണ് തോന്നുന്നത്. വേറെ ഒരു ബ്രാൻഡും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഫീച്ചർ ഒരു വണ്ടിക്കും അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതെ, മാരുതിയുടെ ഈ ഒരു വിക്ടോറിയസ് എന്ന് പറയുന്ന വാഹനത്തിൽ നമ്മൾ ആ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നത്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. വിക്ടോറിയസിനെ പറ്റി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും അല്ലേ. നമ്മളൊരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു പ്രത്യേകിച്ച് മലയാളീസ് എന്നുള്ള നിലയിൽ എല്ലാവർക്കും അറിയേണ്ടത് വണ്ടിയുടെ മൈലേജിനെ കുറിച്ച്. നിലവിലെ ഫ്യൂവലിന്റെ കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കുറച്ചുകൂടെ അതെ എല്ലാവർക്കും അറിയേണ്ടത് മൈലേജ് എത്ര കിട്ടും ഒരു വണ്ടി എടുത്താലും എന്നുള്ളത്. അപ്പോൾ ഈ വണ്ടിക്ക് എത്രയായിരിക്കും നമ്മുടെ മൈലേജ് വരുന്നത്? ഇത് നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റ് ആയതുകൊണ്ട് ഇതിന് ഏകദേശം ഒരു 28.6 km/ലിറ്റർ ആണ്. 1 ലിറ്റർ പെട്രോളിൽ നമുക്ക് ഏകദേശം അത്രയും കിലോമീറ്റർ ആണ് ക്ലെയിം ചെയ്യുന്നത്, കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതെ, അത് നമുക്ക് ഈ ഒരു ടെക്നോളജിയുടെ ഇതുകൊണ്ട് തന്നെ 40 കിലോമീറ്റർ വരെ വണ്ടി ഏകദേശം ക്രൂസ് ചെയ്യുന്നത് ബാറ്ററി തന്നെയാണ്. അതിനുശേഷം മാത്രമേ ശരിക്കും പറഞ്ഞാൽ പെട്രോളിനും നമ്മുടെ എഞ്ചിനും ഒരു റോളുള്ളൂ. അതുകൊണ്ട് 1 ലിറ്റർ പെട്രോൾ നമ്മൾ അടിക്കുമ്പോഴത്തേക്കും ടോട്ടൽ നമുക്ക് അത്രയും ആ ഒരു കിലോമീറ്റർ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ, സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട് മാത്രം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വിക്ടോറിയസിൻ്റെ അഡാസ് നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. കാര്യം അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ്. നമ്മുടെ ആലപ്പുഴ ഷോറൂമിൽ അരീനയിൽ നമുക്ക് അഡാസുള്ള വണ്ടി ഇവിടെ ടെസ്റ്റ് ഡ്രൈവിന് അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ അഖിലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ എന്തായാലും വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ് അല്ലേ അഖിൽ? അവൈലബിൾ ആണ്. നമുക്ക് ആ ഒരു സമയത്ത്, അതായത് സ്ട്രോങ് ഹൈബ്രിഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്മാർട്ട് ഹൈബ്രിഡിൽ മാത്രമാണ് നമുക്ക് ഈ അഡാസ് വരുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിൽ ശരിക്കും സ്ട്രോങ് ഹൈബ്രിഡില്ല, അതായത് സ്ട്രോങ് ഹൈബ്രിഡിന് എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡിൽ അഡീഷണൽ ആയിട്ട് എടുക്കാനുള്ള മറ്റൊരു കാരണമാണ് അഡാസ് എന്ന് പറയുന്നത്, ലെവൽ 2 അഡാസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ആ ഒരു 10 ഫീച്ചേഴ്സ്, ആ 10 ഫീച്ചേഴ്സും കൂടെ ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് അഡാസിന് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട കാര്യമാണ്. നമ്മളത് പറഞ്ഞ് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത് ഷോറൂം നമുക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. എപ്പോഴാണെന്ന് വെച്ചാൽ അത് കസ്റ്റമേഴ്സിന്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഷോറൂമിലേക്ക് എത്തണമെന്നില്ല, അവരുടെ കസ്റ്റമേഴ്സിന്റെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു മാരുതി ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് തോന്നുന്നു ഈ ഒരു കളർ അല്ലേ, മിസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന നമ്മുടെ മാരുതിയിൽ തന്നെ ആദ്യത്തെ ഒരു കളറാണ്. പിന്നെ ഇത് ടോട്ടൽ ഒരു 7 കളേഴ്സിൽ അവൈലബിൾ. അതെ, മൊത്തം നമുക്ക് 7 കളേഴ്സിൽ വിക്ടോറിയസ് അവൈലബിൾ ആയിരിക്കും. അതിൽ ഒന്ന് ഈ മിസ്റ്റ് ഗ്രീൻ, പിന്നെ സെക്കൻഡിൽ തന്നെ വേറെ ഒരു കളർ കൂടെ നമുക്ക് ആദ്യമായിട്ട് വരുന്നുണ്ട്, അതായത് എറ്റേണൽ ബ്ലൂ എന്ന് പറയും. എറ്റേണൽ ബ്ലൂവും മിസ്റ്റ് ഗ്രീനുമാണ് നമുക്ക് കുറച്ചൊരു യുണീക്ക് കളറായിട്ട് എടുത്ത് നിൽക്കുന്നത്. പിന്നെ നമുക്ക് റെഡ് ഉണ്ട്, സിൽവർ ഉണ്ടാവും, ബ്ലാക്ക്, ബ്ലൂഷ് ബ്ലാക്ക് കളർ ഉണ്ടാവും, ഗ്രേ കളർ ഉണ്ടാവും, ഇത്രയും വൈറ്റ് കളറുണ്ട്. ഇത്രയും കളറുകളാണ് വേറെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ ഒരു കളർ മാത്രം നമുക്ക് ZX എന്ന് പറയുന്ന ഒരു ടോപ്പ് വേരിയന്റ് താഴെ നിൽക്കുന്ന വേരിയന്റ് മുതലും മുകളിലേക്ക്, അതായത് ഫുൾ ഓപ്ഷനിലും ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴേക്കുന്ന മോഡലിലും മാത്രമേ ഈ ഒരു കളർ അതെ എക്സ്ക്ലൂസീവ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റേ ബ്ലൂ എന്ന് പറയുന്ന കളർ നമുക്ക് VX എന്ന് പറയുന്ന ഓപ്ഷൻ മുതലും മുകളിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിക്ടോറിയസിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് വിക്ടോറിയസ് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരവാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ ഹരി സൈനിങ് ഓഫ് ഫ്രം KNK ഓട്ടോമൊബൈൽസ് ബൈ HR. അപ്പോൾ എല്ലാവർക്കും
ബൈ.